ഗോവിന്ദച്ചാമിയുടെ ചോദ്യം ചെയ്യൽ കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുന്നു. ഇപ്പോൾ ഗോകുൽ കെ വേണുഗോപാൽ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഈ പറഞ്ഞതുപോലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച, കൃത്യമായ ആസൂത്രണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നേകൊണ്ടിരിക്കുന്നു. ഉപ്പുതൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന വണ്ണം ഓരോ കാര്യത്തിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പൊതുവെ നമ്മൾ കാണുന്ന ജയിൽ തടവുകാർ ഇങ്ങനെയാണോ? അതായത് നമ്മളൊരു ജയിൽ തടവുകാരനെ പൊതുവെ നമ്മൾ കാണാറുള്ളത് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് കൃത്യമായി ക്ലീൻ ഷേവൊക്കെ അടിച്ചുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഗോവിന്ദച്ചാമിയുടേതായ ഒരു സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ചട്ടമൊന്നും അവിടെ ഇല്ലേ ഈ ജയിലിനകത്ത്? അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞത് ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴെന്തായാലും ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് ഇറക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇത്ര സമയം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇയാളെ പുറത്തിറങ്ങുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇനിയിപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് വേണ്ട ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. നേരത്തെ ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായ സമയത്ത് ഇയാളെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയിരുന്നു. ഇനിയിപ്പോൾ കോടതിയിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നുമില്ല. എന്തായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഏകദേശം 12:45 മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. നേരത്തെ ടൗൺ സ്റ്റേഷനോട് ചേർന്നുള്ള ACP ഓഫീസിൽ വെച്ചിട്ടായിരുന്നു പ്രാഥമികമായി മൊഴിയെടുത്തത്. അതിനുശേഷം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ ഇവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. കോടതിയുടെ ഭാഗത്തേക്കാണ്, കോടതി ആ ഭാഗത്താണ്, കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും, അല്ല, ആ വണ്ടി തിരിഞ്ഞു വരുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് തന്നെയാണ്, ടൗൺ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആദ്യം കോടതിയുടെ ഭാഗത്തേക്കായിരുന്നു പോയിരുന്നതെങ്കിൽ ആ വാഹനം ഇപ്പോൾ തിരിഞ്ഞ് ടൗൺ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കും. എന്തായാലും 6 മണിക്കൂർ നീണ്ട ഒരു അന്വേഷണത്തിനൊടുവിലായിരുന്നു ഇയാളെ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് പല നിരകളുള്ള ചോദ്യം ചെയ്യൽ നടന്നു. ആദ്യം സിറ്റി പോലീസ് കമ്മീഷണറുടെയും ACPയുടെയും ടൗൺ SHOയുടെയും നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. ആദ്യഘട്ടത്തിൽ ടൗൺ സ്റ്റേഷനിൽ വൈകൃതമുള്ള മനുഷ്യന് സാങ്കേതികമായി മാത്രം വിളിക്കാൻ കഴിയുന്ന നരാധമനാണ് ഒരു പാവം യുവതിയെ പിച്ചിച്ചീന്തിയ പ്രതി. അങ്ങനെ വധശിക്ഷയുടെ ഇളവൊക്കെ കിട്ടി ജയിലിൽ സുഖവാസം അനുഭവിക്കുന്നതിനിടെയാണ് പോരടിച്ചപ്പോൾ വീണ്ടും ജയിൽ ചാടാനൊരു നീക്കം നടത്തിയത്. ജയിൽ ചാടി 6 മണിക്കൂർ എടുത്താണ് ആ നരാധവനെ വീണ്ടും പോലീസ് പിടിച്ച് അകത്താക്കിയിരിക്കുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടർന്ന ചോദ്യം ചെയ്യൽ ഏകദേശം പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. ഇനി സ്വാഭാവികമായി മെഡിക്കൽ ആവശ്യമുണ്ട്. മെഡിക്കലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. അങ്ങനെ തന്നെയാണ് നടപടികൾ മുന്നോട്ട് പോകുക എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നു വരുന്ന മണിക്കൂറുകളാണ്. ആർക്ക് വീഴ്ച സംഭവിച്ചു എന്നത് വളരെ കൃത്യമായി തന്നെ അറിയേണ്ട കാര്യമുണ്ട്. വെറും ഒരു സഹതടവുകാരന്റെ സഹായത്തോടെ ഇത്ര അതിവിദഗ്ധമായ ആസൂത്രിതമായ ഒരു ജയിൽ ചാടാനാകുമോ എന്ന ചോദ്യം അത് യുക്തിക്ക് നിരക്കുന്നതല്ല. അകത്ത് നിന്ന് ആരുടെയും സഹായം ലഭിച്ചോ എന്ന് തന്നെയാണ് വളരെ പ്രായമായി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ.